ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഹോം ഡെക്കേഴ്സാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ആദ്യമായിട്ട് തന്നെ ഇതൊരു വുഡൻ ഷെൽഫാണ്. ഞാനിത് വന്നിട്ട് മേടിച്ചിട്ട് 1 വർഷത്തോളം ആയിട്ടുണ്ട്. ഞാനത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇതുവരെയ്ക്കും ഒരു കുഴപ്പമില്ല. ക്വാളിറ്റി വൈസ് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് ഇനിയൊരു വുഡൻ ഷെൽഫാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ്. ഞാൻ ഇതിൽ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഒഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഫോട്ടോസൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ക്യൂട്ടായിട്ടുള്ള സ്മോക്കി ഇൻസെൻസ് ബേണറാണ്. ഒത്തിരി ഭംഗിയാണിത് കാണാനായിട്ട്. ഇതിനൊപ്പം നമുക്ക് കുറച്ച് 10 ഇൻസെൻസും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു ബുദ്ധയാണ്, വൈറ്റ് കളറിലുള്ള ബുദ്ധയാണ് മേടിച്ചിട്ടുള്ളത്. ഇതും ഞാൻ ആ ഷെൽഫിൽ വെച്ചിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ ഞാൻ ലാഫിംഗ് ബുദ്ധാസും വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റേറ്റും അതിനൊപ്പം ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതെല്ലാം ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയ്ക്കും ഒരു കേടുപാടും വന്നിട്ടില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഹോം ഡെക്കേഴ്സാണ് ഇത്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാണാൻ ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഹോം ഡെക്കേഴ്സാണ്. നെക്സ്റ്റ് ഇതൊരു ബുദ്ധയുടെ വോൾ സ്റ്റിക്കറാണ്. വളരെ ഭംഗിയായിട്ട് എലഗൻ്റ് ആയിട്ടുള്ള ഒരു വോൾ സ്റ്റിക്കറാണ്. ഒത്തിരി വലിപ്പമുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും വലിപ്പത്തിന് നല്ല ഭംഗിക്കും ക്വാളിറ്റിയിലും കിട്ടിയിട്ടുണ്ട് ഇത്. ഇപ്പോൾ ഇത് വന്നിട്ട് ഒരു ക്ലോക്കാണ്. ഇതിപ്പോൾ ഞാൻ മേടിച്ചതാണ്. മേടിച്ചിട്ട് എനിക്ക് ക്വാളിറ്റി വൈസും അതായത് എനിക്ക് ലുക്ക് വൈസും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ വർക്ക് ചെയ്യുന്നില്ല, ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ റിട്ടേൺ ചെയ്യാൻ പോവാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു കുട്ടയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം വലുതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത്രയും വലുതല്ല, ഒത്തിരി കുഞ്ഞാണിത്. ഞാനത് വീഡിയോയിൽ കാണിക്കാം. നമ്മളൊരു പേന ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും ആ പേനയുടെ ഒരു ഹൈറ്റും അതുപോലെ തന്നെ ആ പേനയുടെ ആ ഒരു വീതിയും മാത്രമേ ആ കുട്ടയ്ക്ക് വരുന്നുള്ളൂ. ഞാൻ അത്യാവശ്യം സാധനങ്ങൾ ഇട്ട് വയ്ക്കാനായിരുന്നു മേടിച്ചത്. നമുക്ക് ഇപ്പോൾ വല്ല ടാബ്ലറ്റ്സോ അങ്ങനെ വല്ലതൊക്കെ വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം അതിൽ. ഇല്ലെങ്കിൽ ക്യൂട്ടായിട്ട് ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഒരു ഷോപ്പേഴ്സ് പോലെ നമുക്ക് അങ്ങനെ വയ്ക്കാം. അല്ലാണ്ട് സ്റ്റോറേജിന് വേണ്ടി വാങ്ങുകയാണെങ്കിൽ ഇത് അത്ര യൂസ്ഫുൾ അല്ല. സോ ഞാൻ സ്റ്റോറേജിന് വേണ്ടി മേടിച്ചതായിരുന്നു. സോ എന്തായാലും ഞാനിത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വേറൊരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ 5 തട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സാണ് മേടിച്ചിട്ടുള്ളത്. ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക്. ഞാനിതിൽ എൻ്റെ മോളുടെ ബുക്കുകളും കാര്യങ്ങളും അതുപോലെ തന്നെ അവളുടെ ആക്സസറീസും എല്ലാം തന്നെ ഇതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഒത്തിരി സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇത് ഞാൻ 400 സംതിങ് രൂപയ്ക്കാണ് മേടിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇത്രയും ഈ ഒരു പ്രൈസിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്കിതിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ബൈ.